ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലുണ്ടായ അപകടത്തിൽ കർണാടക ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു. ചൊവ്വാഴ്ചയ്ക്കകം സർക്കാർ വിശദീകരണം നൽകണം. അതേസമയം പോലീസിന് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കാട്ടി DGP മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി. അപകടത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ ഹൈക്കോടതി സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. ഉച്ചയ്ക്ക് റിപ്പോർട്ട് വായിച്ച ശേഷം സ്റ്റേഡിയത്തിലെ സുരക്ഷയെപ്പറ്റിയും മുൻകരുതലുകളെപ്പറ്റിയും കോടതി ചോദിച്ചു. ഫ്രീ പാസ് നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് RCB മാനേജ്മെന്റാണ് പരിപാടിയുടെ സംഘാടകരെന്ന് സർക്കാർ മറുപടി നൽകി. പിന്നാലെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. സർക്കാർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ തല അന്വേഷണം തുടങ്ങി. RCBക്കും ഇവന്റ് മാനേജ്മെന്റ് ടീമിനും BCCIക്കും നോട്ടീസ് അയക്കും. ഇതിനിടെ തങ്ങൾക്ക് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് കൈകഴുകി. സാധ്യമായതെല്ലാം ചെയ്തു എന്നാണ് DGP മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. മാധ്യമങ്ങളെ കണ്ട ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പൊട്ടിക്കരഞ്ഞു. ಈ ರೀತಿ ಆಗಿದ್ದು 10 ಜನ ನಾನು ನೋಡಿದ್ದೀನಿ, ನನ್ನ ಕಣ್ಣಲ್ಲೇ. ಅದನ್ನ ಯಾವ ಫ್ಯಾಮಿಲಿನೂ ಡೈಜೆಸ್ಟ್ ಮಾಡ್ಕೊಳ್ಳೋಕೆ ಸಾಧ್ಯ ಇಲ್ಲ. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് RCB 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നും ആരാധകർക്കൊപ്പം എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ടീമിന്റെ ഈ പ്രഖ്യാപനം. എന്നാൽ ഇന്നലെ 11 ആരാധകർ മരിച്ചു കിടക്കുമ്പോഴും ഈ സ്റ്റേഡിയത്തിനുള്ളിൽ ആനന്ദ നൃത്തം ചവിട്ടിയതിൽ ആരാധകർക്ക് താരങ്ങളോടും മാനേജ്മെന്റിനോടും കടുത്ത വിമർശനമാണുള്ളത്. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24.